എന്റെ പ്രിയപ്പെട്ട ചെറുപ്പകാരികളോട് ഓർമ്മിപ്പിക്കുകയാ, എന്റെ പൊന്നുപെങ്ങളെ, എന്റെ പൊന്നുപെങ്ങളെ, എന്റെ പൊന്നുപെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? നിന്റെ കണ്ണിനെ കൊണ്ട് സൂക്ഷിക്കണേ, ആ കണ്ണിനെ സൂക്ഷിക്കണേ. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. ഓ നബിയേ, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കുക, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കണമെന്ന് പറയണേ നബിയേ. കണ്ണിനെ സൂക്ഷിക്കണമെന്ന് പറയണേ നബിയേ. കണ്ണിനെ സൂക്ഷിക്കണമെന്ന് പറയണേ നബിയേ. ഈ കണ്ണാണ് പ്രശ്നം, ഈ കണ്ണാണ് പ്രശ്നം, ഈ കണ്ണാണ് പ്രശ്നം. ഈ കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാണ്, കാണണ്ടാത്തത് കാണുന്നതാണ് പ്രശ്നമുണ്ട്. ഈ കണ്ണുകൊണ്ട് നരകം കാണണം, ഈ കണ്ണുകൊണ്ട് നരകം കാണണം, ഈ കണ്ണുകൊണ്ട് കത്തി കാണുന്ന നരകത്തെ കാണണം. ബനൂ ഇസ്രായേലിൽ പെണ്ണുണ്ടായിരുന്നത്ര, അതീവ സുന്ദരിയായ പെണ്ണ്, അതീവ സുന്ദരിയായ പെണ്ണ്. ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഫദ്ല്. ആ ഫദ്ല് വലിയ പണക്കാരനാണ്, വല്ലാത്ത സമ്പന്നനാണ്. ആ പാവപ്പെട്ട പെണ്ണിന് തന്റെ മക്കളെ വിശപ്പ് കണ്ട് കരയാൻ പ്രിയപ്പെട്ട പെങ്ങള്, ആ സമയത്ത് കുഞ്ഞുമക്കൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പട്ടിണി കൊണ്ട് കരയുമ്പോ ബനൂ ഇസ്രായേലിലെ സുന്ദരിയായ പെണ്ണിനൊതുക്കമില്ല. അവളെ തൊട്ടടുത്ത് താമസിക്കുന്ന സമ്പന്നനായ ഫദ്ല് എന്ന ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എനിക്കൊരൽപ്പം പൈസ കടം തരുമോ, എനിക്കൊരൽപ്പം സമ്പത്ത് കടം തരുമോ? എന്റെ പാവപ്പെട്ട മക്കൾ പട്ടിണി കിടന്നിട്ട് മരിക്കാൻ തുടങ്ങുകയാ, എനിക്കെന്തെങ്കിലും തരുമോ പാവപ്പെട്ടവളാ? ആ സമയത്താണ് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞത്, പെണ്ണേ, നിന്നെ ഞാൻ സഹായിക്കാം, പക്ഷേ നിന്റെ ശരീരം നീ എനിക്ക് തരുമോ? നിന്റെ ശരീരം എന്റെ കിടപ്പുറയിൽ കിടക്കുമോ? നിന്റെ ശരീരം എനിക്ക് വസന്തനാകുമോ? ആ സമയത്താ പെണ്ണ് ചിന്തിച്ചതെന്താ? അല്ലാഹുവേ, എന്റെ ശരീരം കൊടുത്താൽ മക്കളുടെ നിലവിളി കേട്ടപ്പോ, പെണ്ണ് മക്കളുടെ നിലവിളി കേട്ടപ്പോ ആ ഉമ്മക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്റെ ശരീരം നിന്റെ കിടപ്പുറയിൽ ഞാൻ തരാം, പക്ഷേ എന്നെ നീ ഒന്ന് സഹായിക്കുമോ? ആ ചെറുപ്പക്കാരൻ കൊടുത്ത ദീനാറുമായി ചന്തയിൽ പോയി ഉണക്കറൊട്ടി വാങ്ങിച്ച് സ്വന്തം മക്കളെ വായിലേക്ക് വെച്ചു കൊടുത്ത് ആ പാവപ്പെട്ട നിരാരംഭയായ ഉമ്മ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് മക്കളുടെ ജീവൻ നിലനിർത്തി. വൈകുന്നേരമായപ്പോ പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലെത്തുകയാണ്. പാതിരാ സമയമായി. എല്ലാ ജനാലകളും തകർത്തു, എല്ലാ വാതിലുകളും മുട്ടിയിട്ടു. കവിമേലകീയേ മേം സബ് ദർവാസ ബന്ദ് കർ ഡാലാ, ലേക്കിൻ ബന്ദ് ന ഹോ ഗയി ഖദർ ഖുദാ വാലാ. എല്ലാ വാതിലുകളും മുട്ടിയിട്ടു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു എന്ന കണ്ണുകൊണ്ട് ലോകത്തിന്റെ ഹറാമിന്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട വെളുപ്പുകളിലെ ചിന്താശേഷി പണയപ്പെടുത്തിപ്പോയ അന്ധവിശ്വാസത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരാ, ആ പെണ്ണിന് മാത്രം, ആ ചെറുപ്പക്കാരൻ മാത്രം രണ്ടുപേരും വിതരമായ റൂമിലിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ വസ്ത്രങ്ങൾ ദൂരെറിഞ്ഞു, അവളെ പരിപൂർണ്ണ വിവസ്ത്രയാക്കി ആ പെണ്ണിന്റെ മുകളിലേക്ക് പ്രാപിക്കാൻ കയറി ചൊല്ലുമ്പോ ആ പാവപ്പെട്ട പെണ്ണും മലന്ന് കിടന്നിട്ട് വിറക്കാൻ തുടങ്ങി. എന്റെ ശബ്ദം കേൾക്കുന്ന ഒതുക്കുന്നല പെങ്ങളെ, ഒതുക്കുന്നല പെങ്ങളെ, പെങ്ങളെ. ആ പെണ്ണ് കിടന്ന് വിറക്കാൻ തുടങ്ങി, അവളുടെ കൈ വിറക്കാൻ തുടങ്ങി, അവളുടെ കാല് വിറക്കാൻ തുടങ്ങി, അവളുടെ ശരീരം വിറക്കാൻ തുടങ്ങി, അവളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടന്തല്ലിയാ തൊടുകാൻ തുടങ്ങി. വല്ലാത്ത വെപ്രാളത്തോടെ ആ പെണ്ണ് വിളിച്ചു, അല്ലാ 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 എന്ന് വിളിക്കുമ്പോ പതിനെന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, നീ എന്താ പിടയ്ക്കുന്നതെന്താ, നീ വിറയ്ക്കുന്നതെന്താ, നിന്റെ ശരീരമല്ലാതെ കുലുങ്ങി വിറയ്ക്കുന്നതെന്താ? ആ പെണ്ണ് പറഞ്ഞു പോയി, ഭഗവേ, എന്റെ മക്കൾ പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യം എത്തിയപ്പോ ഒരു വ്യക്തികസനത്തിന് വേണ്ടി നിന്റെ മുമ്പിൽ വന്നടാ. ഒരു സാഹചര്യം കൊണ്ട് നീ പറഞ്ഞത് സമ്മതിച്ചു പോയടാ. പക്ഷേ ഹറാമിന്റെ മുമ്പിലെത്തുമ്പോ ഞാൻ അല്ലാതെ നരകത്തെ ഓർത്തുപോയി, പടച്ചറപ്പിനെ ഓർത്തുപോയി. എന്റെ കൺമുമ്പിൽ ഞാൻ നരകത്തെ കണ്ടുപോയി, എന്റെ കൺമുമ്പിൽ ഞാൻ നരകത്തെ കണ്ടുപോയി. ഓ നരകത്തിന്റെ തീനാളങ്ങളെ കണ്ടു, ഓ നരകത്തിന്റെ തേലുകളെ കണ്ടു, ഓ നരകത്തിന്റെ കോപ്പങ്ങളെ കണ്ടു. നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിസർജിക്കും പാമ്പുകളുകിരൻ തേളുകൾ. വർഷം 1000 എത്തിയാലും തന്നെ
പ്രാവശ്യം കൊത്തിയ 1000 വർഷം കഴിഞ്ഞാലും ആദ്യത്തെ പ്രാവശ്യം കൊത്തിയതിന്റെ വേദന മാറില്ലെന്ന് പറഞ്ഞ നരകത്തിന്റെ പാമ്പുകളെ ഞാൻ മുമ്പിൽ കണ്ടു. എന്റെ ശരീരം നിറയ്ക്കുകയാണെന്ന് പറഞ്ഞ് പോരങ്ങെത്തി താഴെയിടുന്നു. ആ ശബ്ദം കേട്ടിട്ട് ആ വർത്തമാനം കേട്ട് 11 ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരി, പാതിരാ സമയത്തിന്റെ നിശബ്ദതകളിൽ എല്ലാവരുടെയും കണ്ണടയുന്ന സമയം, എല്ലാവരുടെയും കണ്ണടയുന്ന സമയം, എല്ലാവരും ഉറക്കത്തേക്ക് കണ്ണടക്കുന്ന സമയം, കണ്ണും തുറന്ന് കാമുകന്റെ ഫോണുമായി രാപ്പാടികളെ പോലെ രാത്രിയിൽ തൂങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള്, പാതിരാ സമയത്ത് വ്യഭിചാരത്തിന്റെ മേൽച്ചിപ്പുറം തേടുന്നവര്, ഈ കണ്ണുകൊണ്ട് തെറ്റിലോട്ട് കടന്നു പോകുമ്പോ, ഹറാമിലേക്ക് കടന്നു പോകുമ്പോ, ആ സമയത്ത് നിന്റെ കണ്ണുകൾ